മാന്യ ശ്രോതാക്കൾക്ക് സദൃശവാക്യങ്ങളിലൂടെ എന്ന ഈ വചന പഠന പരമ്പരയിലേക്ക് സ്വാഗതം. സദൃശവാക്യങ്ങൾ 6-ാം അധ്യായം 6-ാം വാക്യം. മടിയ, ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക, അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലപ്പോഴായി നാം മടിയന്മാരായി മാറിയിട്ടുണ്ട് എന്ന വാസ്തവം മറന്നു കളയുവാൻ സാധ്യമല്ല. എന്നാൽ മടി എന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുന്ന ചില ആളുകളെ പറ്റി സദൃശവാക്യ ലേഖകൻ പറയുകയാണ്. നിങ്ങൾ ഉറുമ്പിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. ഉറുമ്പ് വളരെ ചെറിയൊരു ജീവിയാണ്, എങ്കിലും അവ അത്യന്തം ജ്ഞാനമുള്ളവയാണെന്ന് 30-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. മാത്രമല്ല, അത് മനുഷ്യരെക്കാൾ എത്രയോ ശക്തി കുറഞ്ഞവയാണ്, എങ്കിലും വേനൽക്കാലത്തേക്ക് തീൻ ശേഖരിച്ചു വയ്ക്കുവാൻ അവ തത്രപ്പെടുന്നു. ജ്ഞാനമുള്ള ഈ ചെറു ജീവിയിൽ നിന്നും മടിയൻ പഠിക്കേണ്ടത് അവയുടെ സ്വയപ്രയത്നമാണ്. അവയ്ക്ക് നേതാക്കന്മാരില്ല, മേൽവിചാരകന്മാരില്ല, അധിപതികളില്ല. എന്നിട്ടും അവ കഠിനാധ്വാനത്തിനായി തങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. ജീവിതത്തിൽ പലപ്പോഴും പല ആളുകൾ നമ്മെ പലതവണ നിർബന്ധിച്ചാണ് പല കാര്യങ്ങൾക്കും നമ്മെ ഉന്തിത്തള്ളി വിടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ സഹികെട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് നാമെങ്കിൽ നമുക്കവിടെ ഒരു മാറ്റം ആവശ്യമാണ്. കൂടുതൽ ആവശ്യബോധമുള്ളവരായി, ഉറുമ്പിനെ പോലെ സ്വയ ഉത്സാഹമുള്ളവരായി നാം മാറണം. മടി ഒരു തരത്തിലുള്ള കെണിയാണ്. ആ കെണിയിൽ നിന്ന് നമ്മെ തന്നെ വിടുവിക്കുക ആവശ്യമാണ്. അധ്വാനശീലമുള്ളവരായി തീരുവാനാണ് ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. മടി നമ്മെ ആലസ്യത്തിലേക്കും അത് നമ്മെ ഉറക്കത്തിലേക്കും നയിക്കും. കുറെ കൂടി ഉറക്കം, കുറെ കൂടി നിദ്ര, പലപ്പോഴും അത് എടുത്തു കളയുന്നത് രാവിലെകളിലുള്ള സുവർണ നിമിഷങ്ങളെയാണ്. അതുകൊണ്ട് മടി നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയേണ്ടത് ആവശ്യമാണ്. അതെ, ഉറുമ്പുകളെക്കുറിച്ച് നാം ശ്രദ്ധിച്ചു പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള പദ്ധതി തയ്യാറാക്കുന്നതിൽ, അധ്വാനശീലത്തിൽ, ക്ഷമാശീലത്തിൽ, അച്ചടക്കത്തിൽ, പരസ്പര സഹകരണത്തിൽ, കൂട്ടായ്മയിലൊക്കെ അവർ മനുഷ്യർക്ക് എന്നും ഒരു മാതൃകയാണ്. പ്രിയരെ, എഫേസ്യ ലേഖനകാരൻ നമ്മോട് പറയുന്നു, സമയം തക്കത്തിൽ ഉപയോഗിക്കുക, ആലസ്യത വെടിഞ്ഞ് നമുക്ക് അധ്വാനിക്കാം. ദൈവത്തിനായി, ദൈവം ദാനമായി തന്ന നമ്മുടെ ജീവിതത്തിലും അധ്വാനശീലമുള്ളവരായി നമുക്ക് മാറാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.